നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഹബി കമ്പനിയിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് ദേവേനെ ഹാളിലിരിക്കുന്നുണ്ട്. ദേവേനെ കണ്ടതും അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, അല്ല ആ, അമ്മായും കൂടെ അറിഞ്ഞിട്ടാണോ എനിക്കിടി പണി തന്നേ? എന്റെ തകർച്ച നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുക. ദേവേനെ ചോദിച്ചു, എന്താ അബി നീ എന്താ പറയണെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ആ ജയനും കൂടെ അങ്ങോട്ട് വന്നു. ആ വന്നല്ലോ എന്റെ രണ്ട് അമ്മാവന്മാരും. നിങ്ങൾക്കൂടെ മനസ്സറിവ് ഉണ്ടല്ലേ എന്ന് ചോദിക്കുക. ജയൻ പറഞ്ഞു, എന്താ? ഒരുത്തനുണ്ടല്ലോ കിരീടവും ചെങ്കോലും കൊടുത്ത പുതിയതായിട്ട് വാഴിച്ചൊരുത്തൻ, അവൻ എന്നെ കമ്പനിയിൽ നിന്ന് പിരിച്ചു വിട്ടു. അല്ല ഇനിയിപ്പൊ പിരിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കമ്പനിയിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. ഞാൻ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനി ഒരു ജോലി കിട്ടുമോ? ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്താ എന്നൊക്കെ പറഞ്ഞിട്ട് അഭി പരാതികളൊക്കെ പറയണം. അപ്പോഴേക്കും നവ്യ വന്നിട്ട് ചോദിച്ചു, എന്താടാ എന്താ കാര്യം? എന്താവാനായിട്ടാ? കമ്പനി ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ അവിടെ തന്നെ ഇറക്കി വിട്ടിരിക്കുന്നു. ഇപ്പൊ പുതിയതായിട്ട് ഒരുത്തൻ കേറിയിട്ടുണ്ടല്ലോ. അവൻ ഇത്തിരി അധികാരം കൂടുതലാണല്ലോ അവനാന്ന് പറയുക. അപ്പോഴേക്കും നവ്യയും ജലജയും വല്ലാത്തൊരു അമ്പരപ്പോട് നിൽക്കുകയാണ്. ആ സമയം ദേവേന് പറഞ്ഞു, അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരിക്കും എന്ന് പറയാണ്. ജയൻ പറഞ്ഞു, അതെ ഞങ്ങളോടൊക്കെ അവൻ തീരുമാനങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നീ ആ കമ്പനി കേട്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നും കാണുന്നില്ല. ഇപ്പൊ നീ ആ കമ്പനിയിലെ സ്റ്റാഫ് മാത്രമാ, അല്ലെങ്കിലും നിനക്ക് കമ്പനിയിലെ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചായിരുന്നല്ലോ. എന്നിട്ട് എന്തായി ഒടുവില്? പലതും ആയോ? ഓരോ ദിവസം കമ്പനി താഴേക്ക് പോകുന്നല്ലാതെ മുകളിലേക്ക് ഒരു കയറ്റം ഉണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. അങ്ങനെയുള്ള നിന്നെ പോലെ ഒരുത്തനെ പിന്നെ കമ്പനി വെച്ചോണ്ടിട്ട് എന്ത് ചെയ്യാനാടാ? അപ്പോഴേക്കും അഭി പറഞ്ഞു, ഓഹോ അപ്പൊ എല്ലാരും മനഃപൂർവ്വം എനിക്കിട്ട് പണി തന്നല്ലേ? കാണിച്ചരാ എന്നൊക്കെ പറഞ്ഞപ്പോ ജലജ പറഞ്ഞു, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലട മോനെ, അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലേക്ക് വന്നു കയറിയപ്പോ മുതൽ ഞാൻ അനുഭവിക്കുന്ന എനിക്ക് മാത്രം അയിത്തോ ഈ വീട്ടില്. ഏട്ടത്തി ആണെങ്കിലോ ഓരോന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ കുത്തി നോവിച്ചോണ്ടിരുന്നു. ദേവേനെ ചോദിച്ചു, ഞാൻ എപ്പോഴായിട്ട് നിന്നെ കുത്തി നോവിച്ചേ? വേണ്ട അടുത്ത് കൂടുതലൊന്നും പറയണ്ട. ഇവിടെ ബാക്കി മക്കൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിട്ട് എന്റെ മോനെ മാത്രം എല്ലാവരും ചവിട്ടി തേച്ചോണ്ടിരിക്കുക. അതിന് കാരണമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴേക്കും അഭി പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കടന്നു കൈയായി പോയിട്ടോ. ഞാന് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്ത് പ്രതീക്ഷയോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് ചെന്നേന്നറിയാവോ? ദേവേനെ പറഞ്ഞു, അഭി നിനക്കിപ്പ കമ്പനിയിൽ ജോലി ഇല്ലെങ്കിൽ നിനക്ക് ജീവിക്കാനുള്ളത് കിട്ടൂലോ. പിന്നെന്താ, നിനക്ക് മാസാമാസം നല്ല വരുമാനം കിട്ടൂലോ. ഇനിയിപ്പോ കമ്പനിയിൽ ജോലിയും കൂടെ വേണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ജലജ പറഞ്ഞു, വേണ്ട അടുത്തി ഒന്നും വേണ്ട, ഞങ്ങൾക്കായിട്ട് ഒന്നും വേണ്ട. ഇനിയിപ്പോ പ്രശ്നം തീർന്നില്ലേ? അല്ലേലും ഇങ്ങനെയൊക്കെ അവസാനം ഉണ്ടാവുള്ളെന്ന് എനിക്കറിയാം. എനിക്കും എന്റെ മകനൊന്നും ഒരു വിലയില്ലാത്ത വീടാണല്ലോ ഇത്. നബി പറഞ്ഞു, അങ്ങനെ നീ ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കണ്ട അബി. ഇനി ഒരു കാരണവശാലും നീ കമ്പനിയിലേക്ക് പോകണ്ട, അവിടെ ജോലി ചെയ്യാൻ വേണ്ട. എന്താന്ന് വെച്ചാൽ ഇവരൊക്കെ ആയിക്കോട്ടെ. അപ്പോഴേക്കും അബി, നമ്മൾ പിന്നെ എങ്ങനെ എങ്ങനെ ജീവിച്ചാലും ഇവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് എങ്ങനെയും ജീവിക്കാം, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബിയെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, ഇതേ നബിയെ, ഞങ്ങൾ നിന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുമെന്നല്ല ചെയ്യുന്നത്. ഇവൻ ചെയ്ത താരവഴുത്തരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവനെ പണ്ടേ അടിച്ചിറക്കണ്ട ഇവിടുന്ന്. ഹബി പറഞ്ഞു, ഇറക്കിക്കോ, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറയണ. നീ മാത്രമല്ല. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അവൻ മാത്രമല്ല ഞാനും ആ കൂടെ ഇറങ്ങുമെന്ന് പറയണ. അബി പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞിനെ കൂടെ വിളിച്ചോണ്ട് പോകും, ചുമ്മാ അങ്ങനെ ഇറങ്ങില്ല എന്ന് പറയണ. ആ സമയത്ത് അജയൻ പറഞ്ഞു, ഇറങ്ങുന്നതൊന്നും പ്രശ്നമില്ല, പക്ഷേ എങ്കില് ഭാര്യയും കുഞ്ഞിനെയും കൂടെ വിളിച്ചോണ്ട് പോകുമ്പോ അതിനെ പോറ്റാനുള്ള നട്ടല് വേണം നിനക്ക്. അതിന് നട്ടല് ഉറപ്പില്ലാത്തവനെ ആ പണിക്ക് പോവരുത്. നീ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്തോണ്ട. അതൊന്നും പറ്റില്ലാത്ത നീ ആണോടാ വെല്ലു പിടിച്ചോണ്ട് ഇറങ്ങാൻ തുടങ്ങണേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നബി പറഞ്ഞു, നിങ്ങളാരും അതിനെക്കുറിച്ച് അറിയണ്ട. എന്റെ അബി എന്നെ നല്ല പൊന്നു പോലെ നോക്കിക്കോളും, അതെനിക്കറിയാം. ബാ അബി എന്ന് പറഞ്ഞിട്ട് അബിയുടെ കയ്യെ പിടിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ജയനും അജയനും ഒക്കെ ഭയങ്കര സങ്കടവും ദേഷ്യമായി. അവരങ്ങോട്ട് പോയപ്പോ തന്നെ ജലജ പറഞ്ഞു, അല്ലെങ്കിലും എന്റെ മോനെയൊക്കെ ഇവിടുന്ന് എങ്ങനെയും ഒന്ന് ഓടിക്കണം. എനിക്കും എന്റെ മോനും ഒരു നല്ല ജീവിതം കിട്ടണമെന്നാണ് നിങ്ങളെയൊക്കെ ആഗ്രഹം. ദേവേനോട് നീ എന്തൊക്കെയാ ജലജ പറയണ നിൽക്കുക? അതേ ഏട്ടത്തി, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. വന്നപ്പോ മുതൽ ഏട്ടത്തിക്ക് എന്നോട് പോര് തുടങ്ങിയതാ, ഇതുവരെയായിട്ടും അത് മാറിയിട്ടില്ല. ജലജ, നീ അങ്ങനെയൊന്നും പറയരുത്. നിന്റെ മോൻ തെറ്റ് ചെയ്തിട്ടാ ശിക്ഷ അനുഭവിച്ച. എന്റെ മോൻ തെറ്റ് ചെയ്യുന്നോ? ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്ത ഏടത്തിയുടെ മോനോ? എന്നിട്ട് അവന് MD സ്ഥാനം കൊടുത്ത് അവനെ കസേര കയറ്റി എടുത്തിരിക്കുക. അവനെതിരെ കേസ് എടുത്താണ്ടല്ലോ, കേസ് കൊടുക്കടി, നീ കൊണ്ടേ കൊടുക്ക്. കേസ് കൊടുത്തിട്ടുണ്ട് ആരെ കുടുങ്ങണമെന്നറിയാം. അനികയെ പോലെ പാവം പിടിച്ചൊരു പെൺകുട്ടിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, നിങ്ങളുടെ മോനെ തന്നെയായിരിക്കും അത്, അല്ലാതെ വേറെ ആരും ചെയ്യത്തില്ല. ആദർശ് എന്നാലും ഇത്ര വലിയ തെറ്റൊക്കെ ചെയ്തിട്ട് ആദർശിനെ എല്ലാരും തലയെ തൂക്കി നടക്കുമല്ലേ? എന്റെ മോനോ നിസ്സാരമായിട്ട് എന്തോ തെറ്റ് എന്നും പറഞ്ഞിട്ട് അവനും ജയിലിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചിരിക്കുന്നു. ഇതൊന്നും അത്ര പെട്ടെന്ന് നീ ജലജ പൊറുക്കാൻ പോകുന്നില്ല, എന്തിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതും പറഞ്ഞ് ജലജ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് നവ്യ മുറിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും
അഭി പറഞ്ഞു, ഇപ്പൊ ഞാൻ തൊഴിലില്ലാത്തവനായി ഒന്നുമല്ലാതായി പോയില്ലെന്ന് ചോദിക്കുകയാണ്. നവ്യ പറഞ്ഞു, നീ വിഷമിക്കണ്ട അഭി, വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, നമുക്ക് ജീവിക്കണ്ടേ. അല്ലെങ്കിലും അവനാ അനി കയറിയ ഉടനെ തന്നെ എനിക്കിട്ട് ഈ പണി തന്നെ. ആ സമയം നവ്യക്ക് സഹിച്ചില്ല. നവ്യ പറഞ്ഞു, അല്ലെങ്കിലും നന്ദുവും ആ കൂടെ ചേർന്നിട്ടുണ്ട്. നന്ദു അനി എല്ലാരും കൂടെ ചേർന്നിട്ടല്ലേ നമുക്കിട്ട് ഈ പണി തന്നെ. ഇത് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇപ്പൊ തന്നെയാണെങ്കിലും ഞാനും അമ്മയൊക്കെ നല്ല വാശി തന്നെയാ. അവരുണ്ടാക്കുന്ന സാധനം പോലും കഴിക്കാറില്ല. അത് നീ ജയിലിലായപ്പോ തൊട്ട് അങ്ങനെയായിരുന്നു. അതങ്ങനെ തന്നെ വേണം നവ്യ, ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. എന്റെ അമ്മ ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ മുതൽ അപകടനെ അനുഭവിക്കാൻ തുടങ്ങിയതാ. ഇപ്പോഴും അതിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പലപ്പോഴും നിന്നോട് പറഞ്ഞിട്ടില്ലേ, അന്നൊന്നും നീ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. അല്ലെങ്കിലും നമ്മൾ തമ്മിൽ കുറെ പൊരുത്തക്കേടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കല്യാണ ശേഷം. പിന്നെ അതൊക്കെ മാറി ഇപ്പൊ നല്ലൊരു ജീവിതം നയിക്കാൻ തുടങ്ങുമായിരുന്നു. ആ സമയത്തല്ലേ ദുരന്തം വന്നത്. അതെന്താ അഭി നീ അങ്ങനെ പറഞ്ഞേ? ഒരു കാരണവശാലും നീ അങ്ങനെ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നീ ധൈര്യമായിട്ട് ഇരിക്കുക. എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാന്ന് പറയണം. ഇത് കേട്ടപ്പോ അഭി പറഞ്ഞു, ആദർശിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അവനിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം. പിന്നെ ആ അനിയെന്ന് പറയുന്നവന്, അവനെ വെറുതെ വിടാൻ പാടില്ല. നിന്റെ അനുജത്തി ഉണ്ടല്ലോ നയന നന്ദു എല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഈ പരിപാടികളൊക്കെ ഒപ്പിച്ചിരിക്കുന്നത്. ഇത് കേട്ടപ്പോ നവ്യ പറഞ്ഞു, അവൾക്കൊട്ടുള്ള പണി ഞാനും കൊടുത്തോളാം. ഞാനിത് വെറുതെ വിടാനായിട്ട് പോകുന്നില്ലെന്ന് പറയണം. ആ ആദർശം എന്ന് പറയുന്ന ദുഷ്ടൻ, അവൻ ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്താ. എന്നിട്ടോ അവനെ ആരെങ്കിലും ജയിലിലൊക്കെ ഇടുന്നുണ്ടോ? ഇല്ല. അവനെ എങ്കിലും ഒരു 10 ദിവസം ജയിലിലിടാനുള്ള വല്ല വഴിയുണ്ടോ അബി? അങ്ങനെ ഉണ്ടെങ്കിൽ അത് നോക്ക്, ഞാനും കൂടെ നിൽക്കാന്ന് പറഞ്ഞു. അബി പറഞ്ഞു, അതിനൊക്കെ ഇനി സമയമുണ്ട്. അതിനുമുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കുക, നിനക്കൊരു സന്തോഷ വാർത്ത കിട്ടും. ഈ അബിയാ പറയണത്. കുറച്ച് കാലങ്ങളായി ഞാൻ കാത്തിരിക്കുന്നേ. ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവുമെന്ന് പറഞ്ഞിരുന്നിട്ട് ഒന്നും ശരിയാകുന്നില്ല. ഇനി എന്ത് ചെയ്യണ? എല്ലാരെയും കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് നവ്യയുടെ വിചാരം താൻ വലിയ എന്തോ സംഭവമാണെന്നാ. അതുപോലെ തന്നെ അബി ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും ആക്കരുത്. അബി നല്ല പൊസിഷനിൽ എത്തണം എന്നൊരു ചിന്തയൊക്കെയായിരുന്നു നവ്യയുടെ മനസ്സിൽ. അവൻ ചെയ്ത തെറ്റുകളും കാര്യങ്ങളൊന്നും അവൾ ചിന്തിക്കുന്ന പോലുമില്ല. അവൾക്ക് ഒരേ ആഗ്രഹം മാത്രമേ ഉള്ളൂ, അബിയെ അങ്ങ് നല്ലവരാക്കണം. പക്ഷെ അവൻ ചെയ്ത കൊള്ളരുതായ്മകൾ എന്തെന്നും അതുപോലും അവൾക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ ആദർശ് വലിയ തെറ്റ് ചെയ്തിട്ട് ആദർശ് ഇപ്പോഴും കമ്പനിയിൽ ഇരിക്കുന്നു. ആ സമയത്ത് അബി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, സാരമില്ല നവ്യേ, ഇനിയിപ്പോൾ ആദർശ് പോവല്ലേ, 2 ആഴ്ച ജ്വല്ലറി അനിയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ നീ ഒരു കാര്യം ചെയ്യണം, ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ വീതം കിട്ടുള്ളൂ. നമ്മുടെ വീതം കിട്ടിയിട്ടോ ഇനി കാര്യമുള്ളൂ. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായ ഒരു വീതം കാര്യങ്ങളൊക്കെ വേണ്ടേ, എങ്കിൽ മാത്രമേ നമുക്കൊരു നിലനിൽപ്പുള്ളൂ എന്നൊക്കെ നവ്യയോട് പറഞ്ഞു. നവ്യ അതല്ല ശരി ശരി എന്ന് പറഞ്ഞ് തല കുലുക്കി സംഭവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദർശിന്റെ അടുത്തേക്ക് നയനയുന്നു. ഈ സമയത്ത് ആദർശ് പറഞ്ഞു, അവൻ എന്താ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്തെന്ന് എനിക്ക് അറിയത്തില്ല. അനി നയന പറഞ്ഞു, അത് ശരിയാ. പക്ഷെ അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ കാരണം കാണും. ഒരു കാരണമില്ലാതെ അവൻ ചെയ്യത്തില്ല. അബിയുടെ കള്ളത്തരങ്ങളൊക്കെ അവന് നന്നായിട്ട് അറിയാലോ. അപ്പൊ അവന് തോന്നിക്കാണും ഇനി അവൻ കമ്പനിയിലുണ്ടെങ്കിൽ അവൻ വീണ്ടും ഇതുപോലത്തെ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നു. അതുകൊണ്ടാ ഞങ്ങളെപ്പോലെ ഒന്നും അല്ല, അവന് പെട്ടെന്നൊരു തീരുമാനം എടുക്കും. ആ സമയം നയന പറഞ്ഞു, ഇത് കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുകയുള്ളൂ നവ്യേച്ചിനെ. എന്നോടും നന്ദുവിനോടും ആയിരിക്കും ഏറ്റവും കൂടുതൽ ദേഷ്യം. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നിന്റെ ചേച്ചിയുടെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അല്ലെങ്കിലും അപ്പച്ചി ആണെങ്കിൽ എരുതിയിൽ എണ്ണ വെച്ചു കൊടുക്കാൻ മിടിക്കുകയാണല്ലോ. അപ്പച്ചി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്റെ ചേച്ചിയുടെ മനസ്സ് മാറ്റിയെടുത്തോളും. അല്ലെങ്കിൽ അവർക്ക് സാമാന്യമായിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധിയും ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെയൊന്നും വിളിച്ച് പറയില്ലായിരുന്നു. ഇനിയിപ്പോൾ അബിയുടെ ജോലിയും കൂടെ പോയെന്ന് പറഞ്ഞ് അത് അന്താരാഷ്ട്ര പ്രശ്നമാക്കാനായിട്ട് വഴിയുണ്ട്. നയന പറഞ്ഞു, എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിലും അവൻ ഇത്തിരിയെങ്കിലും നാണമുണ്ടോ? നവ്യനെ ഓർത്തിട്ട് മാത്രമാണ് അത്രയും വലിയ തെറ്റ് ചെയ്ത് അബിയെ ഇപ്പോഴും നമ്മൾ പൊതിഞ്ഞ് സംരക്ഷിച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒരു നിമിഷം മതി എല്ലാം വെട്ടി തുറന്ന് പറയാനായിട്ട്. നവ്യയുടെ ജീവിതം എന്താവെന്ന് ഓർത്തിട്ട് മാത്രം. പക്ഷെ അവളൊന്നും മനസ്സിലാക്കുന്നില്ല. നയന പറഞ്ഞു, എന്നെങ്കിലും ഒരു ദിവസം നവ്യേച്ച് മനസ്സിലാക്കും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ആദർശേട്ടാ. ആദർശ് പറഞ്ഞു, ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തെന്നും പറഞ്ഞോണ്ട് അവൾ എന്നെ കാണുമ്പോൾ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നേ. കുറെയൊക്കെ ഞാൻ സഹിക്കും. പരിധി വിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അല്ലെങ്കിൽ തന്നെ അബിയുടെ കാര്യത്തിൽ നവ്യക്ക് ദേഷ്യമായിട്ട് ഇരിക്കുമല്ലേ. അബിയുടെ കൊള്ളരുതായ്മകൾ എന്താന്ന് പോലും അവൾ ചിന്തിക്കുന്ന പോലും ഇല്ല. അബി എത്തരക്കാരനാന്നും അറിയത്തില്ല. അവന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നവ്യക്കൊരു പിടിച്ചേൽപ്പില്ലാന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അത് ഓർത്തിട്ട് മാത്രം ഒരു വിഷമം. ചേച്ചിയുടെ ജീവിതം തകരുവാണല്ലോ എന്ന് ഓർത്തിട്ട്. അല്ലെ പണ്ട് ഇതൊക്കെ വിളിച്ചു പറഞ്ഞേരാം. ഈ സമയത്ത് ആദർശ് പറഞ്ഞു, ഇനിയിപ്പോൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്താന്ന് വെച്ചാൽ നടക്കട്ടെ. അബിയുടെ പെങ്ങള് വരുവാണല്ലോ അവന്തിക, അവള് വന്നീപ്പോൾ അവളുടെ കല്യാണം ഉടനെ നടക്കണമെന്നാ പറയണേ.
ആ സമയത്ത് ഈ അലങ്കോലങ്ങളൊന്നും ഇല്ലായിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അലങ്കോലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവളുടെ കല്യാണ ജീവിതത്തെ അത് ബാധിക്കുന്ന കാര്യമാണ്. നയന പറഞ്ഞു, തൽക്കാലത്തേക്ക് ആദർശങ്ങളൊന്നും മിണ്ടാൻ പോണ്ട. എന്താന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ നടക്കട്ടെ. അനി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം എടുത്താൽ തന്നെയാ അതിന്റെ പിന്നെ വ്യക്തമായ ലക്ഷ്യം കാണും. ആദർശമാണ് അതിനെക്കുറിച്ച് ചോദിക്കാനോ പറയാനോ ഒന്നും പോണ്ടെന്ന് നയന പറഞ്ഞു. പിന്നീട് അനിയെ കാണാനായിട്ട് നന്ദു വന്നു. ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്നോട് നയനേച്ചി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ആഴ്ച കാലത്തേക്ക് കമ്പനിയുടെ MD ആകാൻ പോവല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പം അനി പറഞ്ഞു, അത് പിന്നെ ആദർശേട്ടൻ ഗൾഫിന് പോവില്ലേ, അതുകൊണ്ട് മാത്രം 2 ആഴ്ചത്തേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അതൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാ. ആ സന്തോഷം പങ്കിടാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് നന്ദു പറഞ്ഞു. അപ്പോഴേക്കും അനി പറഞ്ഞു, അത് മാത്രമല്ല, അതിനു മുമ്പ് ഞാൻ സത്കർമ്മം ചെയ്യുന്നു പറയാണ്. സത്കർമ്മം അതെന്താ? അഭിയുണ്ടല്ലോ, അവൻ ഇവിടുന്ന് അങ്ങോട്ട് പിരിച്ചു വിട്ടെന്ന് പറയാ. അത് നല്ലൊരു കാര്യം തന്നെയാണല്ലോ അനി. അല്ലെങ്കിലും അവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നേ. നയനേച്ചിയെ കൊല്ലാൻ ശ്രമിച്ചു, കള്ളക്കടത്ത് സ്വർണം വിറ്റ് പൈസയാക്കാൻ ശ്രമിച്ചു. എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തിരിക്കുന്നേ. എന്നിട്ട് അവന് വല്ല കുലുക്കമുണ്ടോ? അനി പറഞ്ഞു, അതെ, അവന്റെ അഹങ്കാരത്തിന് എന്നിട്ട് ഒരു കുറവില്ല. അവൻ എന്നെ വെല്ലു വിളിച്ചിട്ടാ പോയത്. അതൊന്നും അനി നീ കാര്യമായിട്ട് എടുക്കണ്ട. അവൻ ഇതിലപ്പുറം ചെയ്യുന്നവനാണെന്നറിയാലോ. അവന് ഒരു കാരണവശാൽ ആ വീട്ടിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല. പിന്നെ ഇപ്പോഴും അവിടെ എങ്ങനെ നിൽക്കുന്നതെന്ന് ഓർത്ത് എനിക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട്. ഹനി പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? അപ്പച്ചനെ അങ്ങനെ വിളിച്ചോണ്ട് വന്നോണ്ട് മാത്രം. അല്ലായിരുന്നെങ്കിൽ എൻ്റെ മുത്തശ്ശൻ പണ്ടേ അവനെ അടിച്ചിറക്കി വിട്ടാനും. എത്രയെന്ന് വെച്ചാൽ എൻ്റെ മുത്തശ്ശി സഹിച്ച് ക്ഷമിച്ചൊക്കെ പോന്നേ. ഇപ്പോഴത്തെ ഞങ്ങളുടെ വീട്ടിലുള്ള അന്തരീക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ചേരിയായിട്ടാണ് നിൽക്കുന്നത്. നന്ദു പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നോട് നയനേച്ചി പറയുന്നുണ്ടായിരുന്നു. അല്ല, നീ ഇപ്പൊ ഫ്രീ ആണ് നന്ദു കുറച്ച്. അങ്ങനെ എൻ്റെ കാര്യം ചെയ്യാം, നമുക്കൊന്ന് പുറത്തു പോയാലോ? പുറത്തു പോകാനോ? അതേന്നെ, ഒരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് ചെല്ലടിച്ചിട്ട് വരാം. ഞാനിവിടെ കുറെ സമയമായി. ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നിനും സമയം അങ്ങ് തികയുന്നില്ല. പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ, ഉത്തരവാദിത്തം കൂടിക്കൂടി വരുമല്ലേ. നമുക്കൊന്ന് പുറത്ത് പോയി റിലാക്സ് ആയിട്ട് വരാം. അത് പറഞ്ഞ് നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് അനി അങ്ങോട്ടേക്ക് പോയി. പിന്നീട് അനിയും നന്ദുവും കൂടെ അങ്ങനെ ബൈക്കിൽ പോകുന്ന സമയത്താണ് നവീൻ വേറൊരു ബൈക്കിലൂടെ വരുന്നേ. അപ്പം നവീൻ കണ്ടു ഫ്രണ്ടിൽ നന്ദു പോകുന്നത്. ആരോടൊപ്പം ആയിരിക്കും ഇവള് പോകുന്നൊരു ചിന്ത പെട്ടെന്ന് മനസ്സിലുണ്ടാകുന്നുണ്ട്. അങ്ങനെ നവീൻ അവരെ ഫോളോ ചെയ്ത് വരുവാണ്. ഒടുവിൽ ഒരു ജ്യൂസ് കണ്ട് മുന്നിൽ കൊണ്ടുപോയി അനി വണ്ടി നിർത്തി. അങ്ങനെ നന്ദു അനിയും കൂടെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. ചേട്ടനോട് പറഞ്ഞ് 2 ഓറഞ്ച് ജ്യൂസ് എന്നൊക്കെ അനി പറഞ്ഞു. അങ്ങനെ അവർ നിൽക്കുന്ന സമയത്താണ് നവീൻ അങ്ങോട്ടേക്ക് വരുന്നത്. നവീൻ വന്നിട്ട് ഇങ്ങനെ നോക്കണം അവരെ രണ്ടുപേരെ. അപ്പോഴേക്കും നന്ദു പെട്ടെന്ന് കണ്ടു. ആഹാ, ഇതാരും നവീനേട്ടനോ എന്ന് പറയണം. ആ സമയം നവീൻ പതുക്കെ ഇറങ്ങി അങ്ങോട്ട് വന്നു. അതെ, ഞാൻ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ കണ്ടായിരുന്നു. അല്ല നന്ദു, നീ ഇങ്ങനെ ബൈക്കിന്റെ പിന്നിലൊക്കെ കയറി നടന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് നല്ലൊരു കല്യാണാലോചന വരുമോ? അതെ, എനിക്ക് കല്യാണം ഒന്നും വേണ്ട നവീനേട്ട. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. എന്നെ ആരും കെട്ടണ്ടെന്ന് പറയണ. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രീഡം ഒന്നും കിട്ടത്തില്ല. അല്ല, ഇവന്റെ ഒപ്പം ബൈക്കിൽ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നത് ശരിയാണോ? പിന്നെ ഇവനോടൊപ്പം മറ്റുമല്ല, രാകേഷിനോടും വിഘ്നേഷിനോടും ഒപ്പം ഞങ്ങൾ ബൈക്കിലൊക്കെ കറങ്ങി അടിച്ച് നടക്കാറുണ്ട്. പിന്നെയല്ലേ, എനിക്കാണ് കല്യാണത്തോടൊന്നും ഇപ്പൊ അങ്ങനെ താല്പര്യമില്ല. അത് കേട്ടപ്പോ നവീൻ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ വീട്ടിൽ നിന്റെ അച്ഛനും അമ്മയൊക്കെ നിർബന്ധിക്കില്ലേ? പിന്നെ നിർബന്ധിക്കില്ലേന്നാ, അവർക്ക് എപ്പോഴും ഇത് മാത്രമേ പറയാനുള്ളൂ. അപ്പോഴേക്കും ഒരു ജ്യൂസും കൂടെ അനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നവീന് അനിയോടും നന്ദുവിനോടും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. നവീൻ ചോദിച്ചു, അല്ല ഇന്ന് നന്ദുവിന് ഡ്യൂട്ടി ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഉണ്ട്, ഇടയ്ക്ക് ഞാനൊന്ന് ഇറങ്ങിയതാന്നൊക്കെ പറയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നവീനോട് നന്ദി ചോദിച്ചു, അല്ല നവീനേട്ടന്റെ മനസ്സിൽ ഏതോ ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞല്ലോ, അതാരാ ഏതാന്ന് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ലോ? അതൊക്കെ ഉണ്ട്. പെണ്ണിനെ നിങ്ങളൊക്കെ അറിയുമെന്ന് പറയണം. ഞങ്ങളൊക്കെ അറിയോ എന്ന് അനി ചോദിച്ചു. അങ്ങനെയാണ്, പെട്ടെന്ന് പറ, നമുക്ക് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാലോ. അതിന് സമയം വരട്ടെ, സമയമാകും പറയാം. അല്ല ഇനിയിപ്പോ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കും വേണ്ട ഒരു വിവാഹ ജീവിതമൊക്കെ. അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നില്ല. തൽക്കാലത്തേക്ക് കമ്പനി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചില്ല. അങ്ങനെ ജ്യൂസ് കുടിച്ച് പൈസ കൊടുക്കാണ്ട് നവീൻ തുടങ്ങി കഴിഞ്ഞപ്പം അനി സമ്മതിച്ചില്ല. അനി പറഞ്ഞു, ഞാൻ കൊടുത്തോളാന്ന് പറയണ. ഒടുവില് നവീൻ അങ്ങോട്ട് യാത്രയൊക്കെ പറഞ്ഞ് പോകാനായിട്ട് ഇറങ്ങണം. ആ സമയം നന്ദു അനിയോട് ചോദിച്ചു, അല്ല ഇതെങ്ങാനും ആദർശനോടും നയനേച്ചിയോടും പോയി പറഞ്ഞു കൊടുക്കുവോ? നമ്മുടെ രണ്ടുപേരും ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്ന കാര്യം? അങ്ങനെയൊന്നും പറയാൻ വഴിയില്ല. അല്ല, ഞാൻ പറയണോ പറയണ്ടെന്ന്? വേണ്ട, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നവീന് വല്ല സംശയം തോന്നിയാലോ? ഇപ്പൊ സംശയങ്ങളൊന്നും തോന്നിയിട്ടില്ലാന്ന് തോന്നുന്നു നമ്മുടെ രണ്ടുപേരുടെ കാര്യത്തില്. അപ്പോഴേക്കും നവീൻ ഇങ്ങനെ ബൈക്കിനടുത്തേക്ക് എത്തിയിട്ട് ആലോചിക്കുക, അവർ തമ്മിൽ വേറെന്തെങ്കിലും അടുപ്പം കാണുവോ? ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ അവർ തമ്മിൽ വല്ല ഇഷ്ടത്തിലാണോ എന്നൊരു ചിന്ത നവീന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.